വശ്യമായ സൗന്ദര്യവും മറ്റു വണ്ടികൾക്ക് അവകാശപ്പെടാൻ കഴിയാത്ത വ്യത്യസ്തമായ ഡിസൈനുകളും കൊണ്ട് കേരളക്കരയിലെ ടൂറിസ്റ്റ് ബസ്സുകൾക്കിടയിൽ സുൽത്താനായി മാറിയ നജാത്തിന്റെ വിജയ വഴിയിലൂടെ ഒരു തിരിഞ്ഞുനോട്ടവുമായി ഇതാ ഞങ്ങളെത്തുന്നു. ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സാദി കൊല്ലം. അപ്പോൾ മച്ചാമാരെ, പുതിയ ഡെഡിക്കേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഡെഡിക്കേഷൻ വീഡിയോ അല്ലെങ്കിൽ ട്രിബ്യൂട്ട് നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു, എംപറർ ഹോളിഡേയ്സിൻ്റെ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നജാത്ത് ട്രാവൽസിനെ കുറിച്ച് ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിതാ ഇന്നത്തെ വീഡിയോയോട് കൂടി കൊല്ലം ജില്ലയോട് താൽക്കാലികമായി ബബായ് പറയുകയാണ്. കാരണമെന്ന് പറഞ്ഞാൽ, നമ്മളെ കഴിഞ്ഞ വീഡിയോയുടെയും മറ്റു വീഡിയോയുടെ എല്ലാം കമൻറ്റ് ബോക്സിൽ കുറേ പേര് കമൻറ്റ് ചെയ്തു മറ്റുള്ള ജില്ലകളിലെ വണ്ടികളുടെ വീഡിയോ മാക്സിമം ഉൾപ്പെടുത്തണമെന്ന്. അപ്പോൾ ഞാനത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോകൾ തൊട്ട് നമ്മൾ അടുത്ത ജില്ലകളിലെ വണ്ടികളുടെ വീഡിയോയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതലായി ഒന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചമര, നമ്മൾ ഈ ഡെഡിക്കേഷൻ വീഡിയോകൾ ചെയ്യുമ്പോൾ സാധാരണ സ്റ്റോറിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതാണ്. നമ്മളിപ്പോൾ നിലവിലുള്ള വണ്ടികൾ ഏതാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. പക്ഷേ ഇവിടെ നജാത്തിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ സ്റ്റോറിക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം പറയുകയാണെങ്കിൽ, കേരളത്തിലെ ബസ് പ്രാന്തന്മാരെ എടുക്കുകയാണെങ്കിൽ 100-ൽ 90% പേരും സ്വന്തമായി ഒരു ബസ് വാങ്ങണമെന്ന ആഗ്രഹത്തോടെ നടക്കുന്നവരായിരിക്കും, ഞാനടക്കം എല്ലാവരും. അപ്പോൾ അങ്ങനെ നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഒരു പ്രചോദനം ആയേക്കാവുന്ന ഒരു വീഡിയോയാണ് ഇത്. കാരണമെന്ന് പറഞ്ഞാൽ, 19ഉം 17ഉം വയസ്സുള്ള 2 വിദ്യാർത്ഥികൾ അവർ പഠിച്ചിരുന്ന ട്യൂഷൻ സെൻറ്ററിൽ നിന്നും ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഒരു ടൂർ പോവുകയാണ്. ടൂറിൻ്റെ അവസാനം ആ 2 വിദ്യാർത്ഥികളും ടൂർ പോയ വണ്ടിയുടെ കടുത്ത ആരാധകരായി മാറുകയാണ്. ആ വണ്ടിയോടുള്ള ആരാധന അവരെ കൊണ്ടെത്തിക്കുന്നത് ആ വണ്ടിയുടെ ഉടമസ്ഥതയിലേക്കാണ്. ഞാനിപ്പം പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ന് കേരളം ഒന്നാകെ ആരാധകരുള്ള, അല്ലെങ്കിൽ കേരളം ഒന്നാകെ അറിയുന്ന നജാത്ത് ട്രാവൽസിനെ കുറിച്ചാണ്. അപ്പോൾ കഥയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള വണ്ടികളുടെ സ്പെക്സും കാര്യങ്ങളും നമ്മൾ ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ വണ്ടിയുമായി ബന്ധപ്പെട്ട കഥ നിങ്ങൾ ഒന്ന് കേട്ടിട്ട് വാ. ഇത് വെറുമൊരു ചരിത്രമല്ല, ഇത് ഓരോ വാഹനപ്രേമിയുടെയും കഥയാണ്. സ്വന്തമായി ഒരു ബസ് വാങ്ങണം എന്ന ആഗ്രഹമുള്ളവൻ്റെ കഥ. ഈ കഥയുടെ തുടക്കം നമ്മൾ ചെന്നെത്തി നിൽക്കുന്നത് 2 പേരുകളിലാണ്, റാഷിദ്, അർഷാദ്. അതെ, നമ്മളുടെ മുതലാളിമാർ. ഇവർ 2 പേരുടെയും കഥയാണ് നജാത്തിൻ്റെ കഥ. വർഷം 2009. നമ്മുടെ മുതലാളിമാരായ അർഷാദ്ക്കായും റാഷിദ്ക്കായും 10ലും +2വിലും പഠിക്കുന്ന കാലം. അന്ന് ഒരു 2007 മോഡൽ ലെയ്ലൻഡ് പ്രകാശ് ബോഡി സ്വന്തമാക്കി നമ്മുടെ മുതലാളിമാർ ഫീൽഡിലേക്ക് കാലെടുത്ത് വെച്ചു. വർഷം 2010. ട്യൂഷൻ സെൻറ്ററിൽ നിന്നും ടൂർ പോയ വണ്ടി സ്വന്തമാക്കാൻ ഉള്ള മോഹം ഒടുവിൽ കൊണ്ടെത്തിച്ചത് ആ വണ്ടിയുടെ ഉടമസ്ഥതയിലേക്കാണ്. ഇതൊരു ഡുവൽ സസ്പെൻഷൻ കോച്ചായിരുന്നു. ഈ വണ്ടിയുമായി നമ്മുടെ മുതലാളിമാർ നേരെ ചെന്നത് സലാം സാഡിയോയിലേക്കാണ്. അവിടെ നിന്ന് ഒരു അഡാർ സെറ്റ് വർക്കും ചെയ്ത് വണ്ടി നിരത്തുകൾ കീഴടക്കാൻ തുടങ്ങി. അവിടെ നജാത്ത് എന്ന പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായിരുന്നു. വർഷം 2013. DJ ഗെയിം ഹബ് എന്നൊരു എഡിഷനിൽ പുതിയ അവതാരം നജാത്തിൻ്റെ ഭാഗമായി. ക്യാമ്പസുകളിൽ തരംഗം തീർക്കാൻ അവന് കഴിഞ്ഞു. വർഷം 2014. നജാത്ത് പാക്കേജ് ഫീൽഡിൽ സജീവമായി തുടങ്ങി. കേരളത്തിൽ സ്വന്തമായി പാക്കേജ് ചെയ്യുന്ന ബസ്സുകളിൽ മുൻപന്തിയിൽ തന്നെ നജാത്ത് അന്ന് നിന്നു. ക്യാമ്പസുകളിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് നജാത്ത് കുതിച്ചുയർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൈവിട്ടുപോയി നജാത്തിന്. നജാത്ത് എന്ന പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായ സമയം. അവിടെ നിന്ന് ചില ഉറച്ച തീരുമാനങ്ങളോടുകൂടി അവർ തിരികെ വന്നു, ഫിനിക്സ് പക്ഷികൾ ഉയർത്തെഴുന്നേറ്റതുപോലെ. വർഷം 2014. കേരളക്കരയാകെ നജാത്ത് എന്ന പ്രസ്ഥാനം പിടിച്ചുകുലുക്കിയ വർഷം. പല കാഴ്ചപ്പാടുകളും ട്രെൻഡുകളും മാറ്റിമറിച്ച ഒരു അഡാർ അവതാരത്തിൻ്റെ വരവ്. അതെ, അവൻ തന്നെ, ദ റൊമാൻസ് മേക്കർ. മറ്റുള്ളവർക്ക് അവനൊരു അത്ഭുതമായിരുന്നു. ഇന്ദ്രജിത്ത് എന്ന കലാകാരൻ്റെ ഗ്രാഫിക്സ്, സലാം സാഡിയോസിൻ്റെ അന്നത്തെ മോസ്റ്റ് ട്രെൻഡിങ് വർക്ക്.
അവൻ കുതിച്ചുയരാൻ തുടങ്ങി. അതോടൊപ്പം നജാത്തും. അവനിലൂടെ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ട്രിപ്പുകൾ വാരിക്കൂട്ടി നജാത്ത് മുന്നേറിക്കൊണ്ടിരുന്നു. വർഷം 2016. റൊമാൻസ് മേക്കറിന് ശേഷം നജാത്തിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്ന പുതിയ അതിഥി. ടെറർ മേക്കർ എന്ന പേരിൽ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം അവൻ ട്രിപ്പുകൾ വാരിക്കൂട്ടി. ചെല്ലുന്നിടത്തെല്ലാം നജാത്ത് എന്ന പേര് അവൻ വിളിച്ചോതി. തലങ്ങും വിലങ്ങും ഓടി. വർഷം 2017. സെഡോണുകൾ ട്രെൻഡാകുന്ന കാലം. നജാത്തിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്ന സെഡോൺ അതിഥി. ക്യാമ്പസ് മേക്കർ എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്യാമ്പസുകളിൽ അവൻ വെടിക്കെട്ട് തീർത്തു. അകത്തും പുറത്തും വർണ്ണവിസ്മയത്തോടു കൂടിയ ലൈറ്റുകൾ ഒരുക്കി ചെല്ലുന്നിടത്തെല്ലാം ആരാധകർ സൃഷ്ടിച്ച് അവൻ ജൈത്രയാത്ര തുടർന്നു. ക്യാമ്പസ് മേക്കറിന് ശേഷം പാർട്ടി മേക്കർ, ഒറ്റയാൻ, ഡ്രീം ചേസർ, വൈറസ്, മിസൈൽ എന്നീ വണ്ടികൾ നജാത്തിൻ്റെ പേര് വാനോളം ഉയർത്തി. ഇതിലും ഏറെ വണ്ടികളാണ് നജാത്തിൻ്റെ കുടുംബത്തിൽ വന്നുപോയത്. അപ്പോൾ നജാത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രം നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് നജാത്ത് ഹോളിഡേയ്സിന് ഇപ്പോൾ നിലവിലുള്ള വണ്ടികളെക്കുറിച്ചാണ്. നജാത്തിന് ഇപ്പോൾ നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ 7 വണ്ടികളാണ് നജാത്തിന് ഇപ്പോൾ നിലവിലുള്ളത്. 7 വണ്ടികളെക്കുറിച്ച് പറയുമ്പോൾ 3 BMR-ഉം 4 സെഡോണുകളുമാണ് നജാത്തിന് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് BMR-ലേക്ക് കടക്കാം. 3 എഡിഷൻ നെയിമുകളിൽ 3 കിടിലൻ BMR ബോഡികളിലുള്ള വണ്ടികളാണ് നജാത്തിന് ഇപ്പോൾ നിലവിലുള്ളത്. റാംബോ, ബാക്ക് ബെഞ്ചർ, മച്ചാൻസ്. അപ്പോൾ ഈ 3 എഡിഷൻ നെയിമിലുള്ള 3 BMR-കളാണ് നജാത്തിന് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി നമുക്ക് നജാത്തിൻ്റെ സെഡോണുകളിലേക്ക് കടക്കാം. അപ്പോൾ നജാത്തിൻ്റെ ആദ്യത്തെ സെഡോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ജെല്ലിക്കെട്ട് എന്ന എഡിഷൻ നെയിമിലുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ പ്ലസ് ഗ്രീൻ കളർ കോംബോയാണ്. കാണാനെന്ന് പറഞ്ഞാൽ അഴക് തന്നെയാണ്. അപ്പോൾ ജെല്ലിക്കെട്ടിൻ്റെ വിശേഷങ്ങൾ കൂടി നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. മിറാക്കി ഡിസൈൻ്റെ തേർഡ് ഫോം എന്ന കൺസെപ്റ്റിൽ നജാത്ത് കുടുംബത്തിലേക്ക് വന്ന സെഡോൺ അതിഥി. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നജാത്ത് കുടുംബത്തിലെ അഴകിൻ്റെ കാരണവരാണ് ഇവൻ. ഇവൻ്റെ എഡിഷൻ നെയിം എന്ന് പറഞ്ഞാൽ 369 എന്നാണ് നമ്മളുടെ മമ്മൂക്കാൻ്റെ വണ്ടിയുടെ നമ്പർ. അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങൾ കൂടി നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. നജാത്തിൻ്റെ കുടുംബത്തിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കടന്നു വന്ന 2 അതിഥികളെ കുറിച്ചാണ്. ഇരട്ട സഹോദരങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സോംബി സ്ക്വാഡ്. ആനന്ദ് മിറാക്കിയുടെ ഡിസൈനിൽ വശ്യ മനോഹരമായ സൗന്ദര്യത്തോടു കൂടിയാണ് ഈ 2 അതിഥികളും നജാത്തിൻ്റെ കുടുംബത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരുടെ എഡിഷൻ നെയിം എന്ന് പറഞ്ഞാൽ സോംബി ഹാക്കർ എന്നും സോംബി കില്ലർ എന്നുമാണ്. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയിൽ തുടങ്ങി ഇന്നു കേരളം അറിയുന്ന വണ്ടിപ്രസ്ഥാനമായി നിൽക്കുന്ന നജാത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, മാറുന്ന കാലത്തിനനുസരിച്ച് ഓരോരോ മാറ്റങ്ങൾ വണ്ടികളിൽ കൊണ്ടുവന്നു.
അതുപോലെ തന്നെ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത വ്യത്യസ്തമായ കളർ പാറ്റേണിലും ഡിസൈനിലും വണ്ടികൾ അവതരിപ്പിച്ചു. അപ്പോൾ ചങ്കുകളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്നെ ബിസ്ഭ്രാന്തനാക്കിയ ഒരു വണ്ടി കൂടിയാണ് നെജാത്തിൻ്റെ റൊമാൻസ് മേക്കർ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, നല്ല രീതിയിലൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ടിക്ടോക്ക് അക്കൗണ്ടിലെ ലിങ്കും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേരെ. വീണ്ടും കാണുന്നവരെ ബൈ ഗൈസ്, ഇറ്റ്സ് മീ സാദിഖ് സൈനിങ് ഓഫ്. Baby.